എന്ത് ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോമി ഹവേഴ്സ്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് തിരമിസു കേട്ടോ. നമുക്ക് എഗ് യോഗ് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് വൈറ്റ് മാറ്റി വെച്ച് ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത്, പഞ്ചസാരയൊക്കെ നമ്മളെ ഇഷ്ടം കേട്ടോ. പിന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി കേട്ടോ നമ്മളിത് ബീറ്റ് ചെയ്യേണ്ടത്. ഇത് ക്രീമി ടെക്സ്ചർ പരുവത്തിലാക്കി എടുക്കണം. അതെന്തായാലും നമുക്ക് വെള്ളം ചൂടാക്കി തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഈ തിളച്ച് വന്ന വെള്ളത്തിൽ നമ്മൾ ഈ പാത്രം ഇറക്കി വെക്കുക കേട്ടോ. നല്ല പോലെ ഇളക്കിയിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കിയാൽ മതി. പക്ഷേ എനിക്ക് ക്ഷമല്ലാത്തതുകൊണ്ട് ഞാൻ ബീറ്റർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ബീറ്റാവാൻ കുറച്ച് നല്ല പണിയാണ്. വിസ്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് കണ്ട് ബീറ്റ് ചെയ്യാൻ നോക്കുക. ഈ ടൈമിൽ തന്നെ ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് കൂടി ഇട്ടിച്ച് കൊടുക്കുക. അവസാനം ഞാൻ ബീറ്റർ എടുത്ത് കേട്ടോ. ഒരു മുട്ടേൻ്റെ ചോയ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അവസാനം ബീറ്റർ ഉപയോഗിച്ച് കണ്ട് നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വിരുന്നുകാർ വരുമ്പോഴും അതേപോലെ എന്തെങ്കിലും പാർട്ടിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയാൽ സ്റ്റാറാവാൻ പറ്റിയ റൈറ്റ് കേട്ടോ. കാണാൻ കിഡ് ലുക്കാണ്. പിന്നെ കുറേ സാധനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളെ കേക്ക് നല്ല ക്രീമി ആയിട്ട് വന്നിരിക്കണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീമാട്ടോ. നമ്മളെ കയ്യിൽ ക്രീമായിട്ടാണ് ഉള്ളതെങ്കിൽ ഒരു 1/2 കപ്പ് യൂസ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡ്രീം വിപ്പാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ മിൽക്ക് ആഡ് ചെയ്തിട്ട് ക്രീമാക്കി എടുക്കാം. ഒരു 1/2 കപ്പ് പാല് ആഡ് ചെയ്തില്ല കേട്ടോ. നമുക്ക് ഇവിടെ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം കിട്ടേണ്ടതുകൊണ്ട് അത്യാവശ്യം സമയം നമ്മൾ ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് ക്രീമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ക്രീം ചീസാണ്. ക്രീം ചീസ് ഞാൻ ഇവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ക്രീം ചീസ് കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് പാലിക്ക് ലേശം വിനെഗർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അരിപ്പ് ഉപയോഗിച്ച് അരിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല തുണി എന്തെങ്കിലും ഉപയോഗിച്ച് കണ്ട് അരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കിട്ടും. നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഒരു ചീസൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചാൽ മതിയിട്ട് അങ്ങനെയും ക്രീം ചീസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചീസും കൂടി ഈ ബാറ്ററിലും നല്ല മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. മിക്സ്ഡ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ചീസും എഗ് യോക്കിൻ്റെ അതും കൂടി വന്നിട്ടുള്ള ബാറ്റർ കഴിക്കാൻ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. പിന്നെ ആദ്യം ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച ഈ ഒരു എഗ് യോക്കും കൂടി ഇതിൽ മിക്സ് ചെയ്യണം. നല്ലപോലെ രണ്ടും മിക്സ് ആയതിന് ശേഷം ഒന്ന് ബീറ്റർ ഉപയോഗിച്ച് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ബീറ്റർ ഉപയോഗിച്ച് കുറച്ച് നേരം ഒരു 3 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കോഫിയാണ് കേട്ടോ. കോഫി ഞാൻ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് ചൂടുവെള്ളത്തിൽ കലക്കിയ കോഫിയാണ്. പിന്നെ ഇങ്ങനെ ടീ ബിസ്ക്കറ്റ് ഉണ്ടാവില്ലേ, അങ്ങനെ ബിസ്ക്കറ്റും അത് വെച്ചിട്ട് ഈ പാത്രത്തിലായിട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോണത്. പിന്നെ പണിയൊന്നുമില്ല. നമ്മളിത് ഇനി മക്കളുടെ അടുത്തുനിന്ന് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെക്കണം. അവർ കാണാതെ ഫ്രിഡ്ജിൽ വെക്കുകയെന്ന് വെച്ചാൽ എല്ലാ അമ്മമാർക്കും അതൊരു ടാസ്ക് ആയിരിക്കില്ലേ. ഇവിടെ എനിക്കൊക്കെ അങ്ങനെയാണ്. കാരണം മിനിറ്റിന് വന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കും എന്താ ഉള്ളത് തിന്നാൻ എന്നുള്ളതിൽ. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, തിന്നാൻ കിട്ടിയില്ലെങ്കിൽ ഫ്രിഡ്ജൊന്നും തുറന്ന് നോക്കൽ ഒരു രസമാണ്. അപ്പോൾ നമുക്കിതൊരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. അതിനുള്ള സമയം കിട്ടിയാൽ മതി. ഇനിയോ സാധാരണ ഈ ബിസ്ക്കറ്റിന് പകരം ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റ് കേട്ടോ വെക്കൽ. നമ്മളിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ചെയ്യുക. അത് അത്യാവശ്യം കട്ടി ഉണ്ടാവും എന്ന് വെച്ചാൽ ഒരു ഫിംഗർ പോലെ തന്നെയാണ് അത് നിൽക്കുക. അതുകൊണ്ട് നമ്മളിവിടെ 2 ലെയറായിട്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിന്. പിന്നെ നമ്മുടെ ക്രീം ഇതാ അതിൻ്റെ മുകൾക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അടുത്ത ലെയർ കൂടി ബിസ്ക്കറ്റ് നമ്മൾ വെച്ച് കൊടുക്കുക. ബിസ്ക്കറ്റ് ഇപ്പം ഞാനിവിടെ ചെറിയൊരു പാക്കാട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ബാക്കിയുള്ളതൊക്കെ ഇക്കാക്ക് എണീറ്റാൽ ചോദിക്കണം. എണീറ്റ് കഴിഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് ചായ കുടി ഉള്ളതാണ് മോനിക്ക്. അപ്പം ഈ ഒരു ബിസ്ക്കറ്റ് മോൻ്റെ ബിസ്ക്കറ്റാണ്. നമ്മളിപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടീ ബിസ്ക്കറ്റിന് ഉപയോഗിക്കാം കേട്ടോ. മറ്റേ ചോക്ലേറ്റിൻ്റെ ഓറിയോ അങ്ങനത്തെയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക.
ഇത് കഴിക്കണ നേരത്ത് ബിസ്ക്കറ്റ് ആണെന്നൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. ആ ഒരു പരുവത്തിൽ ബിസ്ക്കറ്റും ആയിട്ടുണ്ടാവും, ഈ ക്രീം ഇതിലേക്ക് കിടന്ന് മെൽറ്റായിട്ട്. അപ്പോൾ നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു 4 മണിക്കൂർ വെച്ച് സെറ്റാക്കിന്. ഇനി അടുത്ത പരിപാടി കൊക്കോ പൗഡർ വിതറല കേട്ടോ. അപ്പോൾ അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ തരിച്ചു കൊടുക്കുക. കൊക്കോ പൗഡർ ലേശം ഇട്ടിട്ട് അധികം കൂടി പോകണ്ട, ഒരു ടേബിൾ സ്പൂൺ തന്നെ എല്ലായിടത്തും എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കണ്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാനൊരു ഓവർനൈറ്റ് വെച്ച് പുറത്ത് പോകാനുള്ളത് കൊണ്ട് ഓവർനൈറ്റ് എനിക്ക് വെക്കാൻ സാധിച്ചിട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.